സഹോദരി സഹോദരന്മാർ, ഉന്നതമായ സാമൂഹിക പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് വാർത്തകൾ തയ്യാറാക്കിയിരുന്ന മാധ്യമപ്രവർത്തകരിൽ തലമുതിർന്ന വ്യക്തിത്വമാണ് എൻ അശോകൻ്റെ. അദ്ദേഹം മാധ്യമപ്രവർത്തന രംഗത്ത് 50 വർഷം പിന്നിടുന്നു. ഇത് അപൂർവ നേട്ടം തന്നെയാണ്. ഊർജ്ജസ്വലതയോടെ അദ്ദേഹം ഇന്നും ഈ മേഖലയിൽ തുടരുന്നുവെന്നത് ശ്രദ്ധേയമാണ്. 5 പതിറ്റാണ്ട് നീണ്ട അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ 4 പതിറ്റാണ്ടും രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലായിരുന്നു ചെലവഴിച്ചത്. ഇത് അധികം മലയാള പത്രപ്രവർത്തകർക്ക് അവകാശപ്പെടാനില്ലാത്ത അത്യപൂർവമായ നേട്ടമാണ്. അശോകൻ്റെ 80ാം പിറന്നാളും അദ്ദേഹത്തിൻ്റെ പത്രപ്രവർത്തനത്തിൻ്റെ 50ാം പിറന്നാളും ഒരുമിച്ച് വരികയാണ്. അതുമൊരു യാദൃശ്ചികത. ഡൽഹിയിൽ റിപ്പോർട്ടറായി പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുക എന്നത് ഏതൊരു മാധ്യമ പ്രവർത്തകനും വലിയ അംഗീകാരമാണ്. ഇന്ത്യയുടെ തലസ്ഥാനം എന്നതോടൊപ്പം ഡൽഹി രാജ്യത്തെ മാധ്യമ സ്ഥിരാകേന്ദ്രം കൂടിയാണല്ലോ. എല്ലാ രാഷ്ട്രീയ നീക്കങ്ങളും തുടങ്ങുന്ന ഡൽഹിയിലാണ് സ്വാഭാവികമായും വൻകിട മാധ്യമങ്ങളും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവിടെ പ്രവർത്തിക്കുക എന്നാൽ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് സ്വപ്നതുല്യമായ കാര്യമാണ്. ഇവിടെ നേരത്തെ മീഡിയ അക്കാദമി തയ്യാറാക്കിയ കാര്യങ്ങളിൽ ശ്രീ അശോകനെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കേണ്ടി വരിക. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ മാറ്റിമറിച്ച ധാരാളം സംഭവങ്ങളുണ്ടായ അരനൂറ്റാണ്ട് കാലമാണ് ശ്രീ അശോകൻ ഡൽഹിയിലുണ്ടായത്. അവയിൽ പലതും അടുത്തു നിന്ന് കാണാനും റിപ്പോർട്ട് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു. പഞ്ചാബിലെ ഖലിസ്ഥാൻ വിഘടനവാദം, മണ്ഡൽ കമ്മീഷനെതിരായ പ്രക്ഷോഭം, അയോധ്യയിലെ ശിലാന്യാസം, ഗുജറാത്തിലെ വംശഹത്യ, ഇന്ദിരാഗാന്ധി വധവും അതിനെ തുടർന്ന് ഡൽഹിയിൽ നടന്ന സിഖ് കൂട്ടക്കൊല, ഇത്തരത്തിലുള്ള നിർണായക സംഭവങ്ങളുടെ സൂക്ഷ്മാംശങ്ങൾ അദ്ദേഹത്തിൻ്റെ പേനയിലൂടെ കേരളം അറിഞ്ഞു. ആ അർത്ഥത്തിൽ ഇന്ത്യാ ചരിത്രത്തിൻ്റെ സുപ്രധാന നാൾവഴികളിലൂടെ സഞ്ചരിച്ച വ്യക്തിയാണ് അദ്ദേഹം. സമകാലിക ദേശീയ സംഭവങ്ങളെക്കുറിച്ച് അദ്ദേഹം മാതൃഭൂമിയിൽ ചെയ്തിരുന്ന കോളം ദില്ലി കത്ത് വായിക്കാത്തവരായി നാട്ടിലാരും ഉണ്ടാകില്ല. മാധ്യമപ്രവർത്തകർ നിഷ്പക്ഷരായിരിക്കണം എന്നാണല്ലോ പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ തൻ്റെ പഴയ കോൺഗ്രസ് പശ്ചാത്തലം എൻ അശോകൻ എവിടെയും മറച്ചു വെച്ചിട്ടില്ല. കോഴിക്കോട് സ്വദേശിയായ അദ്ദേഹം സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തോട് ആഭിമുഖ്യം പുലർത്തിയ വ്യക്തിയായിരുന്നു. വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാവായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുവഴിയാണ് സ്വാതന്ത്ര്യസമര പാരമ്പര്യമുള്ള മാതൃഭൂമിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന പരിചയം മാധ്യമപ്രവർത്തന ജീവിതത്തിലും പിൻബലം നൽകി എന്നത് വ്യക്തമാണ്. 1975 മാതൃഭൂമിയിൽ ശ്രീ അശോകൻ മുഴുവൻ സമയ മാധ്യമപ്രവർത്തകനാവുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം
മാതൃഭൂമിക്കാരനായി നിലകൊള്ളുകയാണ്. കൂടുതൽ ശ്രദ്ധേയമായ അവസരങ്ങൾ നോക്കി മറ്റൊരു സ്ഥാപനത്തിലേക്കും അദ്ദേഹം മാറിയില്ല. അന്നും ഇന്നും മാതൃഭൂമിയുടെ മുഖവും ശബ്ദവുമാണ് 80 വയസ്സ് പൂർത്തിയാക്കുന്ന എൻ അശോകൻ. 1981 അദ്ദേഹം മാതൃഭൂമി ഡൽഹി ബ്യൂറോയിൽ റിപ്പോർട്ടറായി പോകുന്നത്. തൊട്ടടുത്ത വർഷം തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയോടൊപ്പം സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയത്. 6 മാധ്യമപ്രവർത്തകർ മാത്രമാണ് ആ യാത്രാ സംഘത്തിലുണ്ടായിരുന്നത്. ബഹിരാകാശ യാത്രാ പരിശീലന കേന്ദ്രമായ സ്റ്റാർ സിറ്റി സന്ദർശനമായിരുന്നു ആ യാത്രയുടെ പ്രധാന അജണ്ട. ഇന്ത്യയുടെ രാകേഷ് ശർമ്മയും രവീഷ് മൽഹോത്രയും ബഹിരാകാശ യാത്രാ പരിശീലനത്തിനായി അന്ന് സ്റ്റാർ സിറ്റിയിലുണ്ടായിരുന്നു. അവരെ സന്ദർശിക്കാനെത്തിയ പ്രധാനമന്ത്രിയോടൊപ്പമാണ് അശോകനും ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ബൈലൈനിൽ അടുത്ത ദിവസം 2 ഇന്ത്യക്കാർ ബഹിരാകാശ യാത്രക്കൊരുങ്ങുന്നു എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു വന്നു. അശോകൻ എന്ന മാധ്യമപ്രവർത്തകൻ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന പ്രധാന സംഭവങ്ങളിൽ ഒന്നായിരുന്നു അത്. ഇതുപോലെ നിരവധി വാർത്തകളിലൂടെ അദ്ദേഹം അതിവേഗം ദേശീയ തലത്തിൽ തൻ്റെ പേര് അടയാളപ്പെടുത്തി. വിശ്വാസ്യതയും സത്യസന്ധതയുമാണ് അശോകൻ്റെ മുഖമുദ്ര എന്ന് പറയും. ഡൽഹി ലേഖകൻ എന്ന നിലയിൽ കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കൊപ്പം